ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ 4th യൂണിറ്റിലെ 2nd ചാപ്റ്ററാണ് പൈതൽ ചൽത്താ ഹുവ ആദ്മി. പൈതൽ കാൽനട, ആദ്മി മനുഷ്യൻ, കാൽനട യാത്രക്കാരൻ. അതൊരു കവിതയാണ്. സ്വപ്നിൽ ശ്രീവാസ്തവാണ് എഴുതിയത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കിയേ, സ്വപ്നിൽ ശ്രീവാസ്തവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. സ്വപ്നിൽ ശ്രീവാസ്തവെ ജനിച്ചത് ഉത്തർപ്രദേശിൽ ആണ്. കഹാനി और संस्मरण के क्षेत्रों में उनका योगदान है. കഹാനി, കഥകളും ഓർമ്മക്കുറിപ്പുകൾ എന്നീ മേഖലകളിൽ അദ്ദേഹം തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ 2 മേഖലകളിലും അദ്ദേഹം തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അടുത്ത നോക്കിയേ, ഈശ്വർ ഏക് ലാട്ടി ഹേ, താക്ക് പർ ദിയ സലായി, മുझे दूसरी പൃഥ്വി ചാഹിയെ ആദി ഉൻകി പ്രമുഖ രചനായി ഹേ. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രമുഖമാർജിച്ച രചനകളും ആണ്. ഭാരത് ഭൂഷൺ, അഗ്രവാൽ പുരസ്കാർ, ഫിറാഖ് പുരസ്കാർ, റൂസ് കെ അന്തർരാഷ്ട്രീയ പുഷ്കിൻ സമ്മാൻ പുരസ്കാർ ആദി സേ വേ പുരസ്കൃത് ഹേ. ഏതൊക്കെയാണ്? ഭാരത് ഭൂഷൺ, അഗ്രവാൽ പുരസ്കാരം, ഫിറാഖ് പുരസ്കാരം, റഷ്യയിലെ അന്തർരാഷ്ട്രീയ പുഷ്കിൻ സമ്മാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോയെന്ന് നോക്കിയേ, ചമക്ദാർ സड़क पर चल रहे कारों के हुजूम में कितना निरीह दिख रहा है पैदल चलता हुआ आदमी. ചമക്ക്, തിളക്കം, സഡക്ക് റോഡ്, ഹുജൂം തിരക്കിനിടയിൽ, നിരീഹി പാവം, പൈതൽ കാൽനട. നിന്നൊക്കെ ചമക്ദാർ സഡക്ക് പർ ചൽ രഹേ കാറോം കെ, തിളങ്ങുന്ന റോഡിൽ കൂടി സഞ്ചരിക്കുന്ന കാറുകളുടെ, ഹുജൂം മേ കിത്തനി നിരീഹി ദിഖ് റഹാ ഹേ പൈതൽ ചൽത്താ ഹുവ ആദ്മി. തിരക്കിനിടയിൽ എത്രയോ പാവം കാൽനടയായി പോകുന്ന മനുഷ്യനെ കാണപ്പെടുന്നു. തിളങ്ങുന്ന റോഡിൽ കൂടി സഞ്ചരിക്കുന്ന കാറുകളുടെ തിരക്കിനിടയിൽ എത്രയോ പാവം കാൽനടയായി പോകുന്ന മനുഷ്യനെ കാണപ്പെടുന്നു. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. बड़े लोग ധനികരെ, ഹിക്കാർത്ത വെറുപ്പ് അല്ലെ വിദ്വേഷം, ദുനിയ ലോകം. ഇനി നോക്കി, കാർ മേ ബൈഠെ ഹുയെ ബഡേ ലോഗ് ഉസെ ഹിക്കാർത്ത് സെ ദേഖത്തെ ഹൈ. കാറിൽ ഇരുന്നു കൊണ്ട് ധനിക വ്യക്തികൾ അവരെ, ഈ കാൽനട യാത്രക്കാരെ വെറുപ്പോടുകൂടി നോക്കുന്നു. ജൈസെ ബഹ കിസി ദൂസരി ദുനിയാസെ ആയ ഹുവ ആത്മീ ഹോ. അവരുടെ ഭാവം കണ്ടാൽ ഇവർ, ഈ മനുഷ്യർ ഏതോ അന്യലോകത്തിൽ നിന്ന് വന്നവരാണെന്ന് തോന്നും. അതായത് കാറിലിരിക്കുന്ന അവരുടെ ഭാവം കണ്ടാൽ തോന്നും ഇവർ ഏതോ അന്യലോകത്തിൽ നിന്ന് വന്ന മനുഷ്യരാണോ എന്ന്. എടുത്ത് നോക്കിയേ, ബേ നഹീൻ ജാൻതെ കി ഉസ്കെ ദം പർ ഉസ്കെ ചെഹരെ പർ റൗനക് ഹേ. റൗനക്ക് തിളക്കം, ചെഹര മുഖം, ദം ശക്തി. ബേ നഹീൻ ജാൻതെ അവർ അറിയുന്നില്ല. കാൽനടയായി ഈ പോകുന്ന മനുഷ്യൻ്റെ പരിശ്രമം, ശക്തിയാണ്, പരിശ്രമമാണ് അവരുടെ മുഖത്തെ തിളക്കമെന്ന് അവർ അറിയുന്നില്ല. പാവം കാൽനടയാത്രക്കാരുടെ ആ ഒരു പരിശ്രമമാണ് ധനിക വ്യക്തികളുടെ മുഖത്തെ തിളക്കം എന്നവർ അറിയുന്നില്ല. വഹ അനാജ് ഉഗാന ബന്ദ് കർ ദേ तो वे भूखों मर जाएंगे. उनके मकान न बनाए तो उनके सिर छिपाना की जगह नहीं मिलेगी. അനാജ് ധാന്യം, ഉഗാന ഉൽപ്പാദിപ്പിക്കുക, ഭൂക്കെ വിശപ്പ്, മക്കാൻ കെട്ടിടം, സിർ ചിപ്പാന ആശ്രയഹോന എന്ന് വെച്ചാൽ തല ചായ്ക്കാനൊരു സ്ഥലം, ആശ്രയം. നോക്കിയേ, വഹ അനാജ് ഉഗാന ബന്ദ് കർ ദേ, അവർ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയാൽ, തോവേ ഭൂക്കോം മർ ജായെങ്കെ, അങ്ങനെ നിർത്തിവെച്ചാൽ എന്ത് ചെയ്യും? ധനികൻ പട്ടിണി കൊണ്ട് മരണപ്പെടും. ഈ പാവപ്പെട്ട, അതായത് കാൽനട യാത്രക്കാർ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയാൽ ധനികൻ എന്ത് ചെയ്യും? പട്ടിണി കൊണ്ട് മരിക്കപ്പെടും. ഉൻകെ മക്കാന ബനായെ തോ ഉൻഹെ സിർ ചിപ്പാനെ കി ജഗഹെ നഹീം മിലേഗി. അവർ വീടുകൾ പണിയാൻ തയ്യാറായി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവർക്ക് തല ചായ്ക്കാൻ സ്ഥലം കിട്ടില്ല. അതായത് വലിയ ആൾക്കാർക്ക് ആശ്രയം കിട്ടാതെ വരികയും ചെയ്യും. ഇപ്പോൾ ഈ കാൽനട യാത്രക്കാരായ പാവം ജനങ്ങൾ എന്ത് ചെയ്യും? വീടുകൾ പണിയാൻ തയ്യാറായില്ല എങ്കിൽ തല ചായ്ക്കാൻ സ്ഥലം ആർക്ക് കിട്ടില്ല? ധനികനായിട്ടുള്ള വ്യക്തിക്ക് കിട്ടില്ല.
അവർക്ക് ആശ്രയം കിട്ടാതെ വരും. उन्हें पता नहीं कि पैदल चलता हुआ आदमी कितना ताकतवर है, मगर जिस दिन होश में आ जाएंगे उनके साम्राज्य टह जाएंगे. टहवന നശിക്കുക, താക്കത്വർ എന്ന ശക്തിശാലി. उन्हें पता नहीं कि पैदल चलता हुआ आदमी कितना ताकतवर है. അവർക്ക് അറിയില്ല കാൽനടയായി പോകുന്ന മനുഷ്യൻ എത്ര ശക്തിശാലികൾ ആണ് എന്ന്. वह जिस दिन होश में आ जाएंगे उनके साम्राज्य टह जाएंगे. എപ്പോഴാണോ അവർ ഒരു ദിവസം എങ്ങനെയാ ഉണർന്ന് പ്രവർത്തിക്കുക, അന്ന് ധനികൻ്റെ സാമ്രാജ്യം നശിക്കും. ഈ ആൾക്കാർ എപ്പോഴാണോ ഒരു ദിവസം ഉണർന്ന് പ്രവർത്തിക്കുക, അന്ന് ധനികൻ്റെ സാമ്രാജ്യം എന്ത് ചെയ്യും, നശിച്ചു പോവുകയും ചെയ്യും എന്നാണ് നമ്മുടെ ഓതറായ അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയ സ്വപ്നിൽ ശ്രീവാസ്തവ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അപ്രിസിയേഷനൊക്കെ അടുത്ത ക്ലാസ്സിൽ തരാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.